ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ദൈവവചനം എന്താണ്, ആരാണ് എന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത്. അതിൻ്റെ തുടർമാനമുള്ള രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ തികഞ്ഞ ദൈവസനിലായിരിക്കാം. കഴിഞ്ഞ പ്രാവശ്യം അനേകർക്ക് ഈ വചന ശുശ്രൂഷ അനുഗ്രഹമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ ദൈവവചനത്തിൽ ജീവിക്കാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ വചനം അത് ശ്രേഷ്ഠമേറിയ വചനമാണ്. അത് തേൻകട്ടയേക്കാൾ മധുരമുള്ളതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് വെച്ചാൽ ക്രിസ്തു. നമ്മൾ ആ ആശയത്തോടു കൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വേദപുസ്തകത്തെ അല്ലെങ്കിൽ വേദപുസ്തകം ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വരുമ്പോൾ അത് ദൈവത്തിൻ്റെ മന്ദിരമായി അവൻ തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ജീവിതം അല്ലെങ്കിൽ ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്നാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ അതങ്ങോട്ട് വരാം. പക്ഷെ നമ്മളൊക്കെ വീടൊക്കെ വെക്കുമ്പോൾ, വീടോ ഫ്ലാറ്റോ എന്ന് വേണ്ട ബിൽഡിങ്ങുകൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിൻ്റെ അടിസ്ഥാനമാണ്. ആഴത്തിൽ കുഴിയെടുത്ത് അതിനകത്ത് ശരിക്കും പാറകൾ ഇട്ട് നന്നായി ഉറപ്പിച്ചിട്ടാണ് മുകളിലോട്ട് നമ്മൾ അത് പണിഞ്ഞ് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ തിരുവചനവും അങ്ങനെ തന്നെയാണ്. ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനം യേശുവിൽ നിന്നും കുറേ നാൾ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിലുള്ള സന്തോഷം അനുഭവിക്കുകയും പിന്നീട് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ പിന്മാറിപ്പോകുന്നു. ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോകുന്നു. യേശുവിൽ രക്ഷയില്ലെന്ന് പറഞ്ഞ് പലരും അകന്നു പോകുന്നു. അതിന് കാരണം എന്താണ്? അതിന് കർത്താവായ യേശു ക്രിസ്തു നൽകിയ ഒരു വചനം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനകത്തുള്ള ചില വാക്കുകൾ പറഞ്ഞ് ഇന്നത്തെ ഭാഗം നിർത്താം. മറ്റൊരു ഭാഗത്തിലേക്ക് പിന്നത്തേതിൽ നമുക്ക് കടന്നു പോകാൻ ദൈവം സഹായിക്കട്ടെ. മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനം ഉള്ളതാകിയാൽ വീണില്ല. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിൽ മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു പറഞ്ഞ ഉപമയിൽ 2 മനുഷ്യർ, അവർ രണ്ടുപേരും 2 വീട് വെക്കുക. ഒരുപോലുള്ള കാറ്റ്, ഒരുപോലുള്ള വെള്ളപ്പാച്ചിൽ, ഒരുപോലുള്ള വൻമഴ. പക്ഷേ ഒരാളുടെ വീട് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ കാണാനില്ല, മറ്റേ ആളുടെ വീട് ഉറച്ചു നിൽക്കുവാനിടയായി. ഈ വിഷയത്തോട് ചേർന്ന് ദൈവാത്മാവ് നൽകിയ ഒരു ചിന്തയും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആ ലെവലിൽ ഈ വചനം നമുക്കൊന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അടിസ്ഥാനത്തിൽ പാറമേൽ അടിസ്ഥാനമിട്ട് പണിഞ്ഞ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ. മറ്റേ മനുഷ്യൻ മണലിന്മേൽ വീട് പണിയാൻ തുടങ്ങി. ഇവർക്ക് 2 പേർക്കും എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. കാരണം വീട് പണിയുമ്പോൾ ഒരു എഞ്ചിനീയർ വേണമല്ലോ, പ്ലാനൊക്കെ വരയ്ക്കാനൊക്കെ. അപ്പോൾ എൻ്റെ ചിന്തയിൽ ആ മണലിന്മേൽ വീട് വെച്ചവൻ എഞ്ചിനീയർ പറഞ്ഞു, നമുക്കിങ്ങനെ പ്ലാനൊക്കെ കൊടുത്തു പറഞ്ഞു, ഇത്ര ലോഡ് കല്ല് വേണം. പുള്ളി പറഞ്ഞു കാണും, എൻ്റെ ആശയമാണ്, ദൈവം തന്നൊരു കാഴ്ചപ്പാടാണ്. പുള്ളി പറഞ്ഞു കാണും, അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് ഇതിൻ്റെ ഭൂപ്രദേശത്തെക്കുറിച്ച് അറിവ് എനിക്കുണ്ട്, അതുകൊണ്ട് അത്ര പ്രശ്നമൊന്നുമില്ല,
നമുക്ക് മണ്ണിൽ തന്നെ നമുക്ക് ഇത് പണിയാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എഞ്ചിനീയർ ആ പറഞ്ഞ മനുഷ്യന്റെ വാക്കുകൾക്ക് കീഴ്പ്പെട്ടു. പണിഞ്ഞു, മനോഹരമായി പണിഞ്ഞു, വാർത്തു, പെയിന്റൊക്കെ അടിച്ചു, പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു. നാട്ടുകാരെയും വീട്ടുകാരെയും സ്വന്തക്കാരെയും അയൽവാസികളെ എല്ലാവരും വിളിച്ചു. മനോഹരമായ രീതിയിൽ പുള്ളി വീട് ക്രമീകരിച്ചു. ഒരു കുഴപ്പമില്ല. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന മനുഷ്യൻ പേസ്മെന്റ് ഇട്ടിട്ട് 6-7 മാസമായി കാണുമായിരിക്കാം. അത് പുള്ളി മുകളിലോട്ട് പടിയുന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ പിതാവിനോട് ചോദിച്ചു, പിതാവേ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ വീട് അടിസ്ഥാനമിട്ടിട്ട് 6-7 മാസങ്ങളോളമായി എന്തുകൊണ്ടാണ് ഇത് ബാക്കി ചെയ്യാത്തത്? പുള്ളി പറഞ്ഞു, കാലവർഷത്തോളം വലിയ മഴയുണ്ട്, ശക്തമായ മഴകൾ വരട്ടെ. കാരണം ഈ പേസ്മെന്റ് ആണ് മുകളിലോട്ടുള്ള സകല ഭാരവും വഹിക്കേണ്ടത്. ഈ കാലവർഷത്തെ വലിയ മഴ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും, വെള്ളമൊക്കെ നിറഞ്ഞു നിൽക്കുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് ഭൂമിയുടെ അടിയിലുള്ള മണ്ണ് കൊണ്ട് താഴുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ പേസ്മെന്റ് വെട്ടിയ മണ്ണ് കൊണ്ട് താഴുന്നുവെങ്കിൽ ഈ അടിസ്ഥാനം കൊണ്ടങ്ങ് താഴും. അപ്പോൾ എവിടെയെങ്കിലും താഴാനുണ്ടെങ്കിൽ താഴട്ടെ, താഴാനുണ്ടെങ്കിൽ താഴട്ടെ. ക്ലിയർ ആകാത്ത ജോയിന്റുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആകട്ടെ. അതിനുവേണ്ടി കുറേ നാളുകൾ ഇടുന്നൊരു ശീലം പണ്ടത്തെ ഭവനം പണിയുന്നവർക്കുണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് 3 മാസം കൊണ്ട് വീട് പണിഞ്ഞ് പൂർത്തീകരിച്ച് താക്കോൽ വരെ കൊടുക്കും, സൂപ്പറായിരിക്കും. പക്ഷേ ഒരു 6-7 വർഷം കഴിയുമ്പോൾ വീട്ടിൻ്റെ അവസ്ഥ ഇതാണ്ട് ഇതേ പറഞ്ഞ പോലെ വളരെ ദയനീയമായിരിക്കും. ആ വിഷയത്തോട് ഞാൻ പോകുന്നില്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ 6-7 മാസം കൊണ്ട് ഇട്ടിരിക്കുന്നത്? ദൈവവചനം കേട്ട് എടുത്തു ചാടുകയല്ല, അത് അനുസരിക്കുകയാണ്, അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുകയാണ്. ഒരു വചനം അല്ലെങ്കിൽ ക്രിസ്തുവിനെ നമ്മുടെ അകത്ത് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആ വചനങ്ങൾ പറയുന്നത്, നീ എൻ്റെ വാക്ക് ശ്രദ്ധയോടെ നീ കേൾക്കണം. കേൾക്കാനല്ല പറയുന്നത്, നീ ശ്രദ്ധയോടെ കേൾക്കണം. എന്ന് വെച്ചാൽ ജീവിതത്തിന്റെ സമസ്ത മേഖല അതിന് ഉറപ്പിക്കണം. ഉറപ്പിച്ചാൽ മാത്രമേ ഇതിന്റെ മുകളിൽ വാർപ്പുണ്ട്, 1-2 നിലകൾ വാർപ്പുണ്ട്. ഈ വാർപ്പ് എന്ന് പറയുന്നത് നിസ്സാരമല്ല, 10 കണക്കിന് ഭാരമുള്ളതാണ്. ഈ ഭാരം നിൽക്കണമെങ്കിൽ അടിസ്ഥാനം ഉറപ്പുള്ളതായിരിക്കണം. അപ്പോൾ ഈ മണലിൽ വെച്ച എഞ്ചിനീയറും ഇദ്ദേഹത്തിന്റെ പാറമേൽ വെച്ച വീട് പണിഞ്ഞവന്റെ എഞ്ചിനീയറും രണ്ടായിരിക്കാം, ചിലപ്പോൾ ഒന്നായിരിക്കാം. ഈ എഞ്ചിനീയർ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ നൽകിയത് ഓരോ ദൈവദാസന്മാരാണ്. ഈ ഒരാൾ ആത്മീയ ഗ്രഹമായി പണിയണമെങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കേണ്ടത് അടിസ്ഥാനം പാറയിലായിരിക്കണം. ഈ പാറമേൽ അടിസ്ഥാനം ചെയ്യാതെ മണലിൽ മേൽ അടിസ്ഥാനം ചെയ്തു കഴിഞ്ഞാൽ, ഒരു വിശ്വാസി വന്നു, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞു വന്നു, മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു വന്നു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞ് കൈയടിക്കുന്നു, തിരുവത്താഴം കഴിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒടുവിൽ ഇവന്റെ ജീവിതത്തിനകത്ത് കാറ്റും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഇവൻ എന്ത് ചെയ്യും? ഇവന്റെ ആത്മീയ ഗ്രഹം തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? കാരണം ആ മണലിൽ മേൽ വീട് വെക്കുന്നതിന് മുമ്പ് എഞ്ചിനീയർ വരച്ച പ്ലാൻ തെറ്റല്ല. എഞ്ചിനീയർ പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യണം. ഇവിടെ തൊട്ടടുത്തൊരു വലിയ നദിയുണ്ട്, അത് പൊങ്ങും, കാലവർഷം വരും, പ്രശ്നമാണ്. പക്ഷേ ഈ എഞ്ചിനീയർ ഉറപ്പിച്ചു പറയേണ്ടതിന് പകരമായി വളരെ സാവധാനം പറഞ്ഞ്, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, ഒരു വിശ്വാസി ജാതിയിൽ നിന്ന് ഇറങ്ങി വന്നു, അവന് സൗഖ്യം കിട്ടിയാണ് ചിലപ്പം വന്നത്, ഇല്ലെങ്കിൽ ആരോ പ്രസംഗം കേട്ടാ വന്നത്. പക്ഷെ അവന് കൊടുക്കേണ്ട രക്ഷയുടെ സന്ദേശം ആദ്യം കൊടുക്കുന്നില്ല.
മാനസാന്തരം എന്തെന്ന് പഠിപ്പിക്കുന്നില്ല. ഒരുത്തൻ പള്ളിയിൽ വരുന്നു, 2 ദിവസം 21 ദിവസം ഉപവാസം നടക്കുന്നു, കുറെ ദൈവദാസന്മാർ വന്നു, കൈയടിക്കുന്നു, ഒരു മോട്ടിവേഷൻ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്, ജഡത്തിനൊരു ഇളക്കം സംഭവിച്ചു. ആ പാസ്റ്റർ ചോദിക്കുന്നു, സ്നാനപ്പെടാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, 21ന്റെ അവസാനം സ്നാനപ്പെടാൻ ആളുണ്ട്. അങ്ങനെ സ്നാനപ്പെടുത്തുന്നു. സ്നാനം എന്തെന്നറിയില്ല, സ്നാനത്തിന്റെ അടിസ്ഥാനം ഇടാതെ സ്നാനപ്പെടുത്തുന്നു. മാനസാന്തരത്തിന്റെ അടിസ്ഥാനം ഇല്ലാതെ അവൻ മാനസാന്തരപ്പെട്ടെന്ന് പറയുന്നു. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ അടിസ്ഥാനം എന്തെന്നറിയാതെ അവൻ കൈയടിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മ പ്രാപിച്ചെന്ന് ദൈവദാസന്മാർ പ്രഖ്യാപിക്കുകയാണ്. ഇവൻ അവിടെ ഇവിടെയും പറയുന്നത് കേട്ട് അന്യഭാഷ പറയുമ്പോൾ നമ്മൾ തന്നെ പറയുക, നമ്മുടെ സഹോദരൻ അന്യഭാഷയാൽ നിറയപ്പെടുന്നു നമ്മൾ പറയുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതല്ലേ ഇന്നത്തെ ആത്മീയ ലോകത്ത് സംഭവിച്ചിരിക്കുന്നത്? അടിസ്ഥാനം ഞാൻ ചോദിക്കട്ടെ, 95% വിശ്വാസികളിലും മാനസാന്തരം എന്തെന്ന് ചോദിച്ചാൽ അവരുടെ വ്യക്തിപരമായി നിങ്ങൾ ചോദിച്ചു നോക്കി, നീ മാനസാന്തരപ്പെട്ടതാണോ? അമ്മ ഒന്ന് പറയും, എന്താണ് മാനസാന്തരം? നീ സ്നാനപ്പെട്ടതാണോ? ഓക്കെ, സ്നാനപ്പെട്ടു. ആ സ്നാനം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ചോദിച്ചു നോക്കേ. നിങ്ങൾ പരിശുദ്ധാത്മ വായിച്ചു, ഓ പരിശുദ്ധാത്മ, ഞാൻ പരിശുദ്ധാത്മ എന്താണെന്ന് ചോദിച്ചു നോക്കുക, അറിയത്തില്ല. തിരുവത്താഴം എന്തെന്ന് ചോദിച്ചു നോക്കുക, അവർക്കറിയില്ല. കൂട്ടായ്മ എന്തെന്ന് ചോദിച്ചു നോക്കുക, അവർക്കറിയില്ല. ഞാൻ ഒരിക്കലും ആ വിശ്വാസിയെ അല്ല കുറ്റം പറയുന്നത്. എന്നെ പോലുള്ള, ഞങ്ങളെപ്പോലുള്ള പാസ്റ്റേഴ്സുകളാ, ആ എഞ്ചിനീയർമാരാ ഈ വീടിനെ തകർക്കാനുള്ള കാര്യം. കർത്താവ് വസിക്കേണ്ട ആ വീടിനെ നശിപ്പിച്ചത് അവരല്ല. അവരുടെ ജ്ഞാനം കൊണ്ടും അവരുടെ അറിവ് കൊണ്ടും ചിലപ്പോൾ പറഞ്ഞു കാണും, അങ്ങനെയല്ല ദൈവദാസനെ ഇങ്ങനെയെന്ന് പറയാം. പക്ഷേ നമ്മുടെ ബുദ്ധി കൊണ്ടല്ല, ദൈവവചനം കൊണ്ട് അവരെ ഉറപ്പിക്കേണ്ടതിന് പകരമായി എങ്ങനെയോ പോട്ടെ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അവർ സഭയിൽ നിന്ന് പോയാലോ, ഞാൻ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ ദശാംശം കുറച്ചാലോ, ഞാൻ അവരോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇനി അവർ നാളെ മിണ്ടിയില്ലെങ്കിലോ എന്നൊരു മാനുഷിക ചിന്ത ഈ എഞ്ചിനീയറുടെ ഉള്ളിനകത്ത് കയറുമ്പോഴാണ് എഞ്ചിനീയർ എങ്ങുന്നത്, നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യുക. ഒരച്ചായം വന്നു, മോള് അന്യജാതിക്കാരനെ സ്നേഹിച്ചു കൊടുക്കുക. ദൈവദാസനോട് വന്ന് പറയുക, പക്ഷേ എന്റെ മോളിങ്ങനെ ഒരു അവിവേകം ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രാർത്ഥിക്കാം. അതിനെന്താ, അവനോട് പറഞ്ഞാൽ മതി, ഏതെങ്കിലും ഒരു ചർച്ചയിൽ ചെന്ന് സ്നാനപ്പെട്ട് ഇനി വരാൻ പറഞ്ഞാൽ മതി. അപ്പൊ എന്താ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കല്യാണം നടത്തി കൊടുക്കാം. പ്രിയമുള്ളവരെ, ആ ജാതീയനായ മനുഷ്യൻ എന്തിനാ വന്നത്? എന്തറിഞ്ഞിട്ടാണ് സ്നാനപ്പെട്ടത്? എന്തറിഞ്ഞിട്ടാണ് ഈ ദൈവസന്നിധിയിൽ വന്നത്? ഒരൊറ്റ കാര്യത്തിനാ, സ്നേഹിച്ച പെണ്ണിനെ കിട്ടാൻ വേണ്ടി മാത്രം. അവന് അടിസ്ഥാനം ഇല്ല. ഇവൻ എന്ത് ചെയ്യുമെന്ന് പറയണ്ടേ, കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ കുടുംബജീവിതത്തിന് ഭിന്നതകളും പ്രശ്നങ്ങളും വരുമ്പോൾ അവൻ ചർച്ചിൽ വരില്ല, അവൻ ബൈബിൾ വായിക്കില്ല, അവൻ പ്രാർത്ഥിക്കില്ല, അവൻ ദൈവമായിട്ടൊരു ബന്ധമില്ല, അവൻ പഴയ ലെവലിലേക്ക് പോകുന്നു. കാരണം എന്താ? അടിസ്ഥാനത്തിലല്ല പണിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ക്രിസ്തുവാകുന്ന വചനത്തിൽ നമ്മൾ ആത്മീയ ഗ്രഹത്തിന്റെ അടിസ്ഥാനം പണിയാതെ മുകളിൽ കാണിച്ചു കൂട്ടുന്നതെല്ലാം വ്യർത്ഥമാണ്. എത്രയോ തീ പോലെ നിന്ന് അറിയപ്പെടുന്ന രീതിയിൽ ശുശ്രൂഷിച്ച ദൈവദാസന്മാർ ഒരു നിസ്സാരമായ വിഷയങ്ങളിൽ ജീവിതം പൊളിഞ്ഞു പോയില്ലേ? മിക്കതും പിന്മാറ്റത്തിൽ പോയില്ലേ? കാരണം എന്ത്? അവർ അടിസ്ഥാനത്തിലല്ല അവരുടെ പണി. അവർക്ക് നല്ല പ്രവചനമുണ്ടായിരുന്നു, അത്ഭുതമുണ്ടായിരുന്നു, രോഗശാന്തി ഉണ്ടായിരുന്നു. പക്ഷേ പ്രതിസന്ധിയുടെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഈ പാറമേൽ നിന്നവനും മണലിന്മേൽ പണിഞ്ഞവനും ഒരുപോലെയാണ് മഴ വന്നത്. വൻമഴ എന്നാണ് പറയുന്നത്. അവിടെ മൂലഭാഷയിൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്, ഈ മഞ്ഞുകട്ടകൾ വീഴുന്നത് പോലെ ഉള്ള മഴകൾ എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വൻമഴ വന്നു, 2 വീടിനും ഒരുപോലെയാണ് വന്നത്. പുഴയിൽ നിന്നും വെള്ളം എന്ത് ചെയ്തു? മുകളിലോട്ട് കയറി, വെള്ളം നിറഞ്ഞു. ഇനി 4 ദിശയിൽ നിന്ന് കാറ്റടിച്ചു.
നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വരുന്ന ഒരു ദൈവവേദന്റെ ജീവിതത്തിനകത്ത് ജീവിതത്തിൽ 3 മണ്ഡലങ്ങളിൽ നിന്ന് പ്രതിസന്ധികൾ ഉണ്ടാകും. 1 മുകളിൽ നിന്ന്, 2 താഴെ നിന്ന്, ഭൂമിയിൽ നിന്നും. 3-ാമത്തെ കാര്യം, നമ്മുടെ ചുറ്റിലും പ്രതിസന്ധി ഉണ്ടാകും. അന്ന് നമുക്ക് നിൽക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പണിഞ്ഞാൽ മാത്രമേ ഒരു ഭക്തന് ഈ ആത്മീയ ഗ്രഹം പണിഞ്ഞ് പൂർത്തീകരിക്കാൻ പറ്റുകയുള്ളൂ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മന്ദിരമായി എനിക്ക് ജീവിതം നയിക്കാൻ പറ്റുകയുള്ളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, വർഷങ്ങളായി ദൈവസന്നിധിയിൽ നമ്മൾ വന്നവരാണ്. പക്ഷേ ദൈവാത്മാവ് ചോദിക്കുന്നു, ക്രിസ്തുവാകുന്ന വചനം, വചനമാകുന്ന ക്രിസ്തുവിലാണോ അടിസ്ഥാനം പടിഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. പലപ്പോഴും ആരോട് പ്രസംഗിച്ചു, രോഗം സൗഖ്യമാക്കുന്ന ദൈവം, നിങ്ങളുടെ കടബാധ്യത മാറ്റുന്ന ദൈവം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ദൈവം, നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു വിഷയങ്ങൾ, ഭൗതിക വിഷയങ്ങളെ പറഞ്ഞ് നിങ്ങളെ ജഡത്തെ ഇളക്കി നിങ്ങൾ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ പിന്നീട് എല്ലാ പ്രസംഗങ്ങളും ഏതാണ്? നിങ്ങളെ വിടുവിക്കും, ഇത് തന്നെയാണ് നിങ്ങൾ കേൾക്കുന്നത്. മാനസാന്തരം എന്തെന്നറിയത്തില്ല. എന്താണ് മാനസാന്തരം എന്നവർക്കറിയില്ല. അവരാ പഴയ സംസാരം ഇന്നും മാറിയിട്ടില്ല, പഴയ സ്വഭാവം ഇന്നും മാറിയിട്ടില്ല, പഴയ ചിന്തകൾ ഇന്നും മാറിയിട്ടില്ല, പഴയ ശൈലികൾ മാറിയിട്ടില്ല. എന്നാൽ വേദപുസ്തകം പറഞ്ഞ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് ഒരുവൻ പണിയപ്പെടുമ്പോൾ അവന്റെ സംസാരത്തിന്റെ ശൈലി മാറും. മാനസാന്തരം എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ പഴയ അവസ്ഥകൾ, എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ അന്ധകാരത്തിൽ കിടന്നപ്പോൾ അന്ധകാരത്തിൽ നിന്നും നിങ്ങൾ അത്ഭുത പ്രകാശത്തിലേക്ക്, എന്ന് വെച്ചാൽ ഒരു മാനസാന്തരത്തിലേക്ക്. അവിടെ ആ മാനസാന്തരം വരണമെങ്കിൽ അതിനൊരു അടിസ്ഥാനപരമായ ദൈവവചനമുണ്ട്. ആ വചനം ജീവിതത്തിൽ അടിസ്ഥാനമായി ഉണ്ടെങ്കിൽ മാത്രമേ, ആ കല്ല് വീണാൽ മാത്രമേ നമുക്ക് മാനസാന്തരം ഉണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. ഈ മാനസാന്തരമുള്ളവൻ കഴിഞ്ഞ നാളുകളിൽ ഭയങ്കര തല്ലുകാരനായിരുന്നു, കൊലപാതകനായിരുന്നു, അല്ലെങ്കിൽ ഒരുത്തൻ ഒന്ന് പറഞ്ഞാൽ 10 പറഞ്ഞാൽ അവനെ തല്ലിയിട്ട് ഒരുത്താൻ. മാനസാന്തരത്തിന്റെ കല്ല് അല്ലെങ്കിൽ വചനം അകത്ത് വീണു. അവൻ നാളെ ദൈവസന്നിധി നിൽക്കുമ്പോൾ ഒരുത്തൻ വന്ന് തല്ലുന്നു, ഒരുത്തൻ വന്ന് തെറി പറയുന്നു, ഇവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ഇവന് പ്രതികരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അടിസ്ഥാനത്തിൽ ഇവൻ പണിയപ്പെട്ട ഒരു ഗ്രഹമാകിയാൽ ഈ പുറത്തു വന്ന ഈ തെറിവിളിയോ മോശമായ കാര്യങ്ങളോ തല്ലോ ഇവനെ യേശുന്നില്ല. ഇവൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഇവൻ അടിസ്ഥാനത്തിലാണ് പണിഞ്ഞത്. രക്ഷിക്കപ്പെട്ടെന്ന്, മാനസാന്തരപ്പെട്ടെന്ന് അഭിമാനിക്കുന്നോട് ചോദിക്കട്ടെ, നമ്മൾ ഇന്നും പഴയ ശൈലി മാറിയിട്ടുണ്ടോ? ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞാൽ അവന് 2 പറഞ്ഞാതെ നമുക്കൊന്നും ഉറക്കം വരത്തില്ല. ഒരുത്തൻ നമ്മെ ദുഷിക്കുമ്പോൾ നമ്മൾ അവനെക്കുറിച്ച് 10 പറയാതെ നമ്മൾ കിടന്നുറങ്ങത്തില്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചത് മറ്റൊന്നുമല്ല, അടിസ്ഥാനം ശരിയാകാത്തതുകൊണ്ടാണ്. നോക്കുക, സ്നാനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനോട് ചേരുക. മുങ്ങി ഓടുകൂടെ നമ്മളെല്ലാം ആയെന്ന് പറയുന്നവരുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, സ്നാനത്തോടുകൂടെ ഞാൻ പറയുന്നു, അവന്റെ ക്രൂശ് അവന്റെ തോളിലേക്ക് വീഴുകയാണ്. യേശുവിന്റെ ശിഷ്യനാകുകയാണ്. യേശുവിന്റെ ശിഷ്യനാകണമെങ്കിൽ എന്ത് വേണം? തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കുന്നവൻ മാത്രമാണ് കർത്താവിന്റെ ശിഷ്യനാകുന്നത്. തൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്, ക്രൂശ് എന്താണ്? കഷ്ടതയെ കാണിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ തൻ്റെ ക്രൂശെടുത്ത് ആരുടെ പിന്നാലെ പോകണം? ക്രിസ്തുവിന്റെ പിന്നാലെ പോകണം. ക്രിസ്തു കാണിക്കുന്ന ആ വഴിയിൽ പോകണം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ലൈഫിൽ സ്നാനപ്പെട്ടെന്ന് അഭിമാനിക്കുന്ന ദൈവമക്കളായ ഞാനും നിങ്ങളും ശരിക്കും പറഞ്ഞാൽ സ്നാനശേഷം, നമ്മൾ സ്നാനത്തിന് ശേഷമുള്ള ക്രിസ്തീയ ജീവിതമാണോ നയിക്കുന്നത്? പലപ്പോഴും നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കർത്താവ് എൻ്റെ കഷ്ടത മാറണം, എൻ്റെ വേദന മാറണം, എൻ്റെ കണ്ണുനീര്. കർത്താവ് പറഞ്ഞു, നിന്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ നീ അനുഗമിച്ചാൽ മാത്രമാണ് എന്താവുന്നത്? ദൈവത്തിന്റെ ശിഷ്യനാവുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്നും അറിയത്തില്ല. നമ്മൾ ചിന്തിക്കുന്നത്
ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ വിവാഹം നടക്കും, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ രോഗം മാറും, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ വരും, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പ്രാർത്ഥിച്ചാലും അപ്പോഴും വിടുതൽ നൽകും. ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് വന്നു. എന്ന് വെച്ചാൽ മണലിൽ വീട് പണിയാൻ എഞ്ചിനീയർമാർ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഒരിക്കലും ഒരു വിശ്വാസിയെ ഫോളോ ചെയ്തിട്ടല്ല ഇത് ഞാൻ പറയുന്നത്. ശരിക്കും ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടയന്മാർ നമ്മുടെ അടുക്കൽ വരുന്ന ഓരോ വിശ്വാസികളെയും എങ്ങനെ പണിയണം, ദൈവവചനത്തിന്റെ അടിസ്ഥാനമിടണം. എങ്ങനെ വേണമെങ്കിലും ജീവിച്ചാലും കുഴപ്പമില്ല. ഞായറാഴ്ച വന്ന് കൈയടിച്ച് വെക്കാൻ പെർമിഷൻ കൊടുക്കുന്നവർ. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ നമ്മൾ പണിയപ്പെടുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല, ഒരു വലിയ വൻമഴ ഉണ്ട്, ഒരു വലിയ വെള്ളപ്പാച്ചിൽ വരുന്ന ഒരു സമയമുണ്ട്, ഒരു വലിയ കാറ്റ് നമ്മെ ആഞ്ഞടിക്കുന്ന അവസ്ഥയുണ്ട്. ദൈവവചനത്തിൽ പണിയാത്ത അടിസ്ഥാനമിഴക്ക ഒറ്റ കുഞ്ഞിന് പോലും ആ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ തെളിവുള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേര് ജോബ് എന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, ആ ജോബിന്റെ ജീവിതം വല്ലാത്ത അവസ്ഥയായിരുന്നു, വല്ലാത്ത വേദനയുടെ അവസ്ഥയായിരുന്നു. തനിക്കുള്ള സമ്പത്തെല്ലാം പോയി, ദാസീദാസന്മാരെല്ലാം പോയി, തൻ്റെ മക്കള് 10 നഷ്ടപ്പെട്ടു പോയി, പ്രതീക്ഷയില്ല, എല്ലാം പോയി. തൻ്റെ അവസാനം തൻ്റെ ഭാര്യ പോലും പറഞ്ഞു, ഹേ മനുഷ്യ, നീ ആത്മഹത്യ, നിന്റെ വിശ്വാസം ത്യജിച്ചിട്ട് ആത്മഹത്യ. സ്നേഹിതന്മാർ പറഞ്ഞു, നീ പാപം ചെയ്തിട്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ അന്നും തനിങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ കാണും, മറ്റൊരുത്തൻ്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട്. കാരണം എന്താ? പുള്ളിയുടെ അടിസ്ഥാനം ക്രിസ്തുവായിരുന്നു. പൗലോസ് അപ്പോസ്തലനെ നോക്കണം, താൻ ഏതെല്ലാം വഴിയിൽ കൂടെ കടന്നുപോയി, ഏതെല്ലാം വേദനയിൽ കൂടെ കടന്നുപോയി, താൻ ചലിച്ചില്ല. അടിസ്ഥാനം ഉറപ്പുള്ളവൻ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ചലിക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസിയെ കുഞ്ഞെ, നമ്മുടെ അടിസ്ഥാനം എവിടെയാണ്? ക്രിസ്തുവാകുന്ന പാറയിലാണോ അതോ ലോകമാകുന്ന മണലിലാണോ? സ്തോത്രം. എൻ്റെ ദൈവദാസന്മാരോട് ഞാൻ കാല് പിടിച്ച് പറയുന്നു, ഒരു വിശ്വാസി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ സൗഖ്യം തരുന്ന ദൈവത്തെ അല്ല നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത്. നമ്മളെ നിത്യതയിലെത്തിക്കുന്ന വലിയവനായ ദൈവം ആരെന്ന് വെളിപ്പെടുത്തണം. അവർക്ക് മാനസാന്തരം എന്തെന്ന് വ്യക്തമായി പറഞ്ഞ് ഉറപ്പിക്കണം. രക്ഷ എന്തെന്ന് വ്യക്തമായി ഉറപ്പിക്കണം. സ്നാനം എന്തെന്ന് വ്യക്തമായി ഉറപ്പിക്കണം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഉറപ്പിക്കണം. പലരും ചിന്തിക്കുന്ന വിശ്വാസികൾ പലരും ചിന്തിക്കുന്ന ഡ്രമ്മ കൊട്ടുമ്പോൾ, കീബോർഡ് കൊട്ടുമ്പോൾ കൈയിടിച്ചിങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതാണ് എന്താണ്? ഇതാണ് പരിശുദ്ധാത്മാവ്. മിണ്ടാതിരിക്കുന്ന പരിശുദ്ധാത്മാവില്ലാത്തവൻ, കൈയടിക്കാത്തവൻ പരിശുദ്ധാത്മാവില്ലാത്തവൻ. എൻ്റെ പൊന്നു പ്രിയമുള്ളവരെ, വ്യക്തമായ ദൈവവചനത്തിൻ്റെ ഉറപ്പ് അവർക്കില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ചിലർ 4 വശവും നോക്കും. അവരൊക്കെ കൈയടിച്ചെങ്കിൽ ഉടനെ അവരും കൈയടിക്കും. അവർ കൈയടിച്ചെങ്കിൽ ഇവിടെ കൈയടിയില്ല. ഡ്രമ്മ് നിൽക്കുമ്പോൾ അല്ലെ കീബോർഡ് നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നിൽക്കുന്നു. ഇത് ഏത് ആത്മാവാണ്? ഇത് ആരാണ് പഠിപ്പിച്ചത്? ഇതല്ലേ പ്രിയമുള്ളൊരു പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് മറ്റൊരു സുവിശേഷമെന്ന്. കാരണം എന്താണ്? അടിസ്ഥാനത്തിൽ ദൈവഗ്രഹത്തെ പണിയാൻ ദൈവദാസന്മാർ തയ്യാറാകുന്നില്ല. അങ്ങനെ പണിഞ്ഞാൽ പ്രിയമുള്ളവര്, നമ്മുടെ ചർച്ചകളിലൊക്കെ ജനം കുറയും, ഉറപ്പാ. പലരും നമ്മളെ അംഗീകരിക്കില്ല. ഓക്കെ, പലരും നമ്മളെ നല്ലവരെന്ന് പറയത്തില്ല. സാമ്പത്തികം ഒന്നും കിട്ടത്തില്ല. ലക്ഷങ്ങൾ കിട്ടുന്നത് ചിലപ്പോൾ 1000 കിട്ടുള്ളൂ, അല്ലെങ്കിൽ 100 കിട്ടുള്ളൂ, മതി. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ഒരു ആത്മാവിന്റെ വില, സർവലോകത്തേക്കാൾ വിലയുള്ള ഒരു ആത്മാവിനെ നിങ്ങൾ നിത്യതയിലേക്ക് ഒരുക്കുകയാണ് നാം ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇത് നോക്കണം, ഈ കല്ല് ഏതാണ്? പലരുടെയും തെറ്റിദ്ധാരണകൾ പലതാണ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പലരും പറയുന്ന വാക്കുകൾ 16-ാം അധ്യായം
അതിന്റെ 13-ാം വാക്യം. ഏതാണ് ഈ കല്ല്? അടിസ്ഥാനം എന്ന് പറയുന്ന ഈ കല്ല് ഏതാണ്? ഒന്ന് വായിക്കട്ടെ. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 14. നീ പത്രോസാകുന്നു, ഈ പാറമേൽ എന്റെ സഭയെ പണി, പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. ചിലരൊക്കെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പത്രോസേ, നീ പാറയാകുന്നു, നിന്റെ മേൽ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കയില്ല. അങ്ങനെയല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വായിച്ചോളാം. നീ പത്രോസാകുന്നു, ഈ പാറമേൽ, ഏത്? ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ എന്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല. അങ്ങനെയാണെങ്കിൽ ഈ അടിസ്ഥാനത്തിലിടുന്ന പാറ ഏതാണ്? ക്രിസ്തു. ക്രിസ്തു എന്ന് പറയുന്നത് എന്താണ്? വചനം. മനസ്സിലായോ? ഈ ക്രിസ്തു ആവുന്ന പാറയുടെ പുറത്താണ് അടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്തു വരേണ്ടത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വായിക്കുന്നത്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. സഭ എന്ന് പറയുന്നത് പ്രസ്ഥാനത്തെ അല്ല, ഓരോ വ്യക്തികളെയും ദൈവം പണിയും. വചനത്തിൽ ഓരോ വ്യക്തികളെയും പണിയും. എന്നിട്ട് പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. ഇവിടെ അതിന്റെ അർത്ഥം, ഞാൻ ദൈവവചനത്തിൽ ആണ് ഞാൻ പണിഞ്ഞു തുടങ്ങിയാൽ എൻ്റെ ജീവിതം നയിക്കുന്നുവെങ്കിൽ, ഞാൻ വചനത്തിൽ നിൽക്കുന്നവനാണെങ്കിൽ, ഈ ലോകത്തിന്റെ ഒരു ശക്തികളും എന്നെ തകർക്കാൻ അവന് കഴിയുകയില്ല. നമ്മൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും പിൻബലത്തിന് പോണ്ട. നമ്മൾ ഒരു ചർച്ചയും ആരും ഒന്നും ചെയ്യത്തില്ല. ഒരു സുവിശേഷം കൊല്ലട്ടെ, ഒരുത്തൻ മരിച്ചാൽ അവിടുന്ന് 1000 എഴുന്നേറ്റ് വരും. അതാണ് സുവിശേഷം. ഇവിടെ പറയുന്നു, പാതാള ഗോപുരം ജയിക്കയില്ല. എങ്ങനെ പണിയണം? ക്രിസ്തു ആകുന്ന പാറമേലായിരിക്കണം. എന്ന് വെച്ചാൽ വചനത്തിൽ പണിഞ്ഞാൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് സഭകൾ തോൽക്കുന്നു? എന്തുകൊണ്ട് നമ്മുടെ ക്രൈസ്തവർ തോറ്റുപോകുന്നു? എന്തുകൊണ്ട് അവിടെവിടെയായി പ്രതിസന്ധികൾ നടക്കുന്നു? ഒരൊറ്റ കാര്യം, ഇന്ന് സഭകൾ വചനത്തിലല്ല പണിയുന്നത്, രാഷ്ട്രീയക്കാരുടെ വാക്കുകളിലാണ് പണിയുന്നത്. രാഷ്ട്രീയക്കാരും മതപരമായിട്ടുള്ള വ്യക്തികളും പറയുന്ന വാക്കുകൾ കേട്ടിട്ടാണ് അവർ പണിയുന്നത്. മനുഷ്യന്റെ വാക്ക് കേട്ടിട്ടാണ് പണിയുന്നത്. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ ദുഷ്ടശക്തികൾ സഭയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ വ്യക്തികളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ പാറ ഏതെന്ന് വെച്ചാൽ ക്രിസ്തുവാണ്. ഇനി നിങ്ങൾ നോക്കുക, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഇവിടെ വായിക്കും. യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. കണ്ടോ, അവിടെയും കണ്ടോ, യേശു ക്രിസ്തു എന്നിട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലല്ലാതെ. അവിടെ നമ്മുടെ അടിസ്ഥാനം ഏതിലാണ്? ക്രിസ്തു, വചനത്തിൽ. വചനമില്ലാതെ നിങ്ങൾ ഒന്നും അതിന്റെ പുറത്ത് പണിയരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബജീവിതമാണോ? അത് അടിസ്ഥാനം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കുടുംബജീവിതം നിങ്ങൾ അതിന്റെ പുറത്ത് പണിഞ്ഞു നോക്കുക. ഒരു ശക്തികൾ നിങ്ങളെ തൊടത്തില്ല. നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, നിങ്ങളുടെ തലമുറകളെ, നമ്മുടെ സഭകളെ, നമ്മുടെ പ്രസ്ഥാനങ്ങളെ. പക്ഷേ അടിസ്ഥാനം ഇവിടെ ഇച്ചിരി പ്രയാസമാണ്. പക്ഷെ അടിസ്ഥാനം ഇട്ടാൽ ഒരു ശക്തിക്കും നമ്മെ തൊടാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇതൊക്കെ ഇട്ടിന് അടിസ്ഥാനത്തല്ല മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. കണ്ടോ, അപ്പോൾ ഞാൻ ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്റെ മുകളിൽ പിന്നെ പണിയേണ്ടതാരാ? കർത്താവ് പണിയും. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാളവും ജയിക്കില്ല. പക്ഷെ അടിസ്ഥാനം ക്രിസ്തുവായിരിക്കണം. അടിസ്ഥാനം ക്രിസ്തുവാണെങ്കിൽ അതിന്റെ മുകളിൽ പണിയാൻ ദൈവം സർവശക്തനാണ്. ഒരു പാതാള ഗോപുരവും ജയിക്കത്തില്ല. ഇനി നോക്കണം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം ഒന്ന് വായിക്കട്ടെ. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും
മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിൽ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരു ആത്മീയ പാനം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നോക്കുക, അവിടെ വായിക്കുന്ന ആ പാറ ക്രിസ്തുവാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്, അടിസ്ഥാനം പാറ എന്ന് പറയുമ്പോൾ ക്രിസ്തുവാകുന്ന അടിസ്ഥാനം, വചനമാകുന്ന അടിസ്ഥാനത്തിൽ ഒരുവൻ പണിഞ്ഞാൽ ഒരു ശക്തിക്കും അവനെ തോൽപ്പിക്കാൻ കഴിയില്ല. ക്രൈസ്തവമാണ്. നമ്മൾ ആരെയും പേടിക്കേണ്ട. നമ്മൾ വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ചേരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൻ പറഞ്ഞ വചനം ഇവിടെ കിടക്കയില്ലേ? അടിസ്ഥാനം പാറമേലാണ്. ഇവിടെ ഏതൊക്കെ നിയമങ്ങൾ വരട്ടെ, ദൈവമക്കൾക്ക് നേരെ ഇനിയും നിയമങ്ങൾ കടുപ്പിച്ചു വരും. അന്നൊരു ഭക്തൻ ഉറച്ചു നിൽക്കണമെങ്കിൽ എന്ത് വേണം? അടിസ്ഥാനം ഉറപ്പുള്ളതായിരിക്കണം. ഇല്ലാത്തതെല്ലാം പോകും, ഇല്ലാത്ത ചർച്ചകളെല്ലാം പോകും. ഇന്ന് കൂണുപോലെ മുളയ്ക്കുന്ന, ഒരു രാത്രി കൊണ്ട് മുളച്ചു വരുന്ന ഒത്തിരി സഭകളുണ്ട്. ഉപദേശമില്ല, വചനം വേണ്ട. അവർക്ക് വർഷിപ്പ് മതി, ആരാധന മതി, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവർക്ക് പ്രവചനം മതി, വേണ്ടെന്നല്ല പറയുന്നത്. പ്രവചനം സഭകളിൽ അത്യാവശ്യമാണ്. പക്ഷേ എന്തുകൊണ്ട് വരുന്ന വിശ്വാസികൾക്ക് വചനത്തിൽ അവരെ ഉറപ്പിക്കുന്നില്ല? വചനത്തിൽ അവരെ പണിയുന്നില്ല. വചനത്തിൽ പണിയാത്ത വ്യക്തി ഒരു രോഗശാന്തി വാങ്ങിച്ചു, ഒരു ക്യാൻസർ മാറി. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന പലരുമുണ്ട്. മാരകമായ രോഗം ദൈവം സൗഖ്യമാക്കി ഒരു 6-7 വർഷം ഭയങ്കര സാക്ഷ്യമാണ്, ഭയങ്കര ആരാധനയാണ്. ഒരു ആരാധന മുടക്കില്ല. പക്ഷേ അതിനേക്കാൾ ചില വേദനയുടെ ചില അവസ്ഥകൾ വന്നപ്പോൾ അവർ ദൈവസഭകൾ വിട്ടുപോയി, ആത്മീയത വിട്ടുപോയി. പഴയതിനേക്കാൾ അവരുടെ അവസ്ഥ പഴയ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഇന്ന് ബൈബിൾ അവർ തുറന്നു നോക്കത്തില്ല. ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ജാതികളെ പോലെ ജീവിക്കുന്നു. റീസൺ എന്താണ്? അന്ന് അവർ പണിഞ്ഞത് രോഗശാന്തിയിലാണ്. രോഗശാന്തിയിൽ പണിഞ്ഞു. കുറച്ചു നാള് അവർക്ക് സന്തോഷമായി. ഈ മണലിൽ വീട് വെച്ചവൻ പണിഞ്ഞു, നല്ല പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു, നല്ല പെയിന്റൊക്കെ അടിച്ചു, നല്ല സന്തോഷം. നാട്ടുകാരും പറഞ്ഞു, അയ്യോ എന്തോ ഒരു മനുഷ്യനെന്നേ, ബുദ്ധിയുള്ള മനുഷ്യനെന്നാ പറഞ്ഞത്. പക്ഷേ വൻമഴ ചൊരിഞ്ഞു, ഹല്ലേലൂയ, കാറ്റടിച്ചു, വെള്ളം കേറി. ഇത് മനുഷ്യ ജീവിതത്തിലാണോ? ഈ 3 കാര്യം ഒരുമിച്ച് വരുന്ന ചില സമയമുണ്ട്. ആ 3 സമയം എന്ന് വെച്ചാൽ മുകളിലുള്ള പ്രതികൂലം, ഭൂമിയിൽ നിന്നുള്ള പ്രതികൂലം, ചുറ്റിലുള്ള പ്രതികൂലം. ഇങ്ങനെ വരുമ്പോൾ നിലനിൽക്കണമെങ്കിൽ ദൈവവചനത്തിൽ ഉറയ്ക്കണം. ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ ആരെങ്കിലും ഇതിനെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ, ജീവിതത്തിനകത്ത് ആടിയുലയുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നെങ്കിൽ, വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ അടിസ്ഥാനം ദൈവവചനത്തിലല്ല, ദൈവദാസന്മാരുടെ വാക്കില്ല. ചിലർ ദൈവദാസന്മാരുടെ വാക്ക് കേട്ട് ക്രിസ്തീയ ജീവിതത്തിൽ വരുന്നുണ്ട്. സിസ്റ്ററെ, ബ്രദറെ, വരിക, ഞങ്ങളുടെ ചർച്ചിൽ വന്നാൽ ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും, ഇന്നത് കിട്ടും. അത് മറ്റൊരു സുവിശേഷമാണ്. അങ്ങനെ വേദപുസ്തകത്തിനകത്ത് ഇല്ല. ക്രിസ്തുവിങ്കിലേക്ക് വന്നാൽ നിനക്ക് അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് തരും. ഇന്നതൊന്നും തരുമെന്ന് പറഞ്ഞിട്ട് അന്നന്നത്തേക്ക് ആവശ്യമുള്ളത് തരും. പിന്നെ ഒരു ഉറപ്പ് കർത്താവ്, നിനക്കൊരു നിത്യതയുണ്ട്. ഞാൻ ഏത് പ്രതിസന്ധി വന്നാലും, ഏതൊരു കഷ്ടത വന്നാലും ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി മാത്രമേ ഉലകത്തിലുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ അടിസ്ഥാനമിട്ട് പണിയാൻ ദൈവദാസനെ കഴിയുമെങ്കിൽ ഒരിടത്തും തോറ്റുപോകാൻ ദൈവം വിടുകയില്ല. ഒരു പാതാള ഗോപുരങ്ങൾ നിങ്ങളെ ജയിക്കുകയില്ല. ഏത് വൻ ശക്തികൾ വന്നാലും, എത്ര വലിയ മുകളിൽ നിന്നുള്ള പ്രതിസന്ധികൾ വന്നാലും, ഭൂമിയിലുള്ള പോരുകൾ കടന്നു വന്നാലും, ചുറ്റിലും നിങ്ങളെ ഒതുക്കിക്കളയാൻ വേണ്ടി ശത്രുക്കൾ ഒരുമിച്ച് ചേർന്ന് വന്നാലും തൊടാൻ സാധിക്കുകയില്ല. 27-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, എനിക്ക് നേരെ ഒരു സൈന്യം നേരെ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. എൻ്റെ മാംസത്തിനോ ദുഷ്കർമ്മികൾ അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഒരു സൈന്യവിൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്കൊരു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. കാരണം എന്ത്? ദാവീദിനറിയാം,
ഞാൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനം മണലിലല്ല, പാറമേലാണ്. ഗോലിയത്തിന്റെ മുമ്പിലും ദാവീദ് ഭയന്നു പോകുന്നില്ല. അടിസ്ഥാനം ഉറപ്പാണോ? മനുഷ്യന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിലോ, പിശാചിന്റെ മുമ്പിലോ പതറേണ്ട ആവശ്യമില്ല. ദൈവം കൂടെ ഇരിക്കും. ദൈവദാസന്മാരെ, നമ്മുടെ മുമ്പിൽ കിട്ടുന്ന ഓരോ വിശ്വാസികളും കർത്താവിൻ്റെ മന്ദിരങ്ങളാണ്. ആ മന്ദിരം പണിയാൻ ഉള്ള പെർമിഷൻ എഞ്ചിനീയറായി എന്നെയും നിങ്ങളെയും അവിടെയായി ഓരോ ഏരിയകളിലും ആക്കി വെച്ചിരിക്കുന്നു. നമുക്ക് പൈസയ്ക്ക് വേണ്ടി, ആൾക്കാരെ സഭയിൽ കിട്ടാൻ വേണ്ടി, വലിയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ഇത്ര ആൾക്കാർ വരും എന്ന് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി നിങ്ങളുടെ ജഡീകമായ ആഗ്രഹത്തെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇന്ന് ദൈവത്തോടൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? കർത്താവെ, എൻ്റെ മുമ്പിൽ ഒരാളാണുള്ളെങ്കിലും ആ വ്യക്തിയെ അടിസ്ഥാനത്തിൽ ഞാൻ പണിഞ്ഞോളാം. ദൈവവചനം വിട്ട് ഞാൻ എൻ്റെ സ്വയത്തിൽ ഞാൻ പറയത്തില്ല. ആരുടെയും കാര്യം, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ കാര്യമല്ല. ഞാൻ ദൈവവചനം അവരെ പറഞ്ഞ് അവരെ ഉറപ്പിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിക്കും. കാരണം വരാൻ പോകുന്ന നാളുകൾ ശോധന ഘട്ടങ്ങളുടെ നാളുകളാണ്. ഓരോ നാളുകൾ കഴിയും തോറും ഈ ചൂടേറിയതുപോലെ, ചൂട് കൂടുന്നത് പോലെ, 7 മടങ്ങ് തീച്ചൂള വർദ്ധിക്കുന്നത് പോലെ പ്രതിസന്ധികൾ വിശ്വാസികളുടെ ഇടയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പലർക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പല കഷ്ടതകളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പല ശോധനകളും 4 വർഷത്തിൽ നിന്നും വിശ്വാസ കുടുംബങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. കുടുംബ ജീവിതങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പല കുടുംബ ജീവിതങ്ങളും ഒന്നിക്കുന്നില്ല. പല കുടുംബ ജീവിതം ഛിന്ന ഭിന്നമായി മാറിപ്പോകുന്നു. റീസൺ എന്താണ്? ദൈവവചനത്തിൽ നിങ്ങൾ പണിയാത്തത് കൊണ്ടാണ്. അതേ പ്രിയമുള്ളവരെ, ഇതിനെല്ലാം ഞാനും നിങ്ങൾ ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. അന്ന് നമ്മുടെ കൈകൾ വിറയ്ക്കരുത്, നമ്മുടെ മുട്ടുകൾ ആടരുത്, നമ്മുടെ തലകൾ കുനിയാൻ നിൽക്കരുത്. ഇല്ല കർത്താവേ, ദാ നീ തന്ന ആടുകൾ എന്ന് പറഞ്ഞ് പ്രത്യാശയോടുകൂടെ, വിശ്വാസത്തോടുകൂടെ നമുക്ക് തന്ന ആടുകളെയും ദൈവസനിൽ കൊണ്ടെത്തിക്കാനുള്ള തൻ്റെയും ബലവും നമുക്ക് പ്രാപിച്ചെടുക്കാം. പ്രിയമുള്ളവരെ, പണത്തിന് വേണ്ടി വേറൊരു ഉപദേശം പറയരുത്, നമ്മുടെ ഇഷ്ടങ്ങൾ പറയരുത്. ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കുമ്പോൾ നിൽക്കുന്നവനാണെങ്കിൽ അവർ നിൽക്കും. ഇല്ല, ആ വചനത്തിനകത്ത് താല്പര്യമില്ലാത്തവൻ പോകും. അവൻ പോകട്ടെ. കാരണം ഇതിനേക്കാൾ വലിയ വിഷയങ്ങൾ വരുമ്പോൾ അവന് ആത്മീയ ഗ്രഹത്തിനകത്ത് ആത്മഗ്രഹം പണിയുമ്പോൾ അവൻ നിൽക്കാൻ അവന് കഴിഞ്ഞില്ലെങ്കിൽ ഇവിടെ വൻമഴ വരും, അതുപോലെ തന്നെ വെള്ളപ്പൊക്കമുണ്ടാകും, കാറ്റാഞ്ഞടിക്കും. ആ സമയത്ത് ഇവന്റെ വീഴ്ച വലിയ വീഴ്ചയായിരിക്കും. ആ വലിയ വീഴ്ച ദൈവസഭയ്ക്ക് നിന്ദയ്ക്ക് കാരണമായി തീരും, അപമാനത്തിന് കാരണമായി തീരും, ദേശത്ത് ദൈവനാമം ദുഷിക്കാൻ കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന ആരായിരുന്നാലും, എത്ര ഉന്നതനായിരുന്നാലും, എത്ര ശ്രേഷ്ഠനായിരുന്നാലും, സമൂഹത്തിൽ എത്ര വലിയ മാന്യനെന്ന് പറയുന്നവനായിരുന്നാലും, അവൻ ദൈവത്തിന്റെ ഗ്രഹം പണിയാനാണ് അവൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മന്ദിരമാകാൻ ആഗ്രഹിച്ചാണ് വന്നിട്ടുണ്ടെങ്കിൽ, ദൈവദാസന്മാരെ, നമുക്ക് അടിസ്ഥാനത്തിൽ പണിയാം. മാനസാന്തരം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവ് ഇത്യാദി കാര്യങ്ങളെ വ്യക്തമായി ഉപദേശിക്കുവാൻ. ഒരാൾ ചാടിക്കയറി വന്നിട്ട് നാളെ സ്നാനപ്പെടുത്തരുത്, സ്നാനം എന്തെന്ന് മനസ്സിലാക്കണം. സ്നാനത്തിന് ശേഷം അവൻ എങ്ങനെ ജീവിക്കണം എന്ന് മനസ്സിലാക്കി കൊടുക്കണം. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു വിറയലും വെട്ടലും ഒന്നും അല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കണം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന, ജീവിതത്തിനകത്തൊരു കന്മഷമില്ലാതെ ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് അത് വ്യക്തമായി വരണമെങ്കിൽ ജീവിത വിശുദ്ധി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മളെ പള്ളിയിൽ ഞായറാഴ്ച ചർച്ചിൽ വന്ന് അന്യഭാഷയൊക്കെ പറഞ്ഞിട്ട് ചന്തയിലേക്ക് പോകുമ്പോൾ, മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മൾ അന്യായ ഭാഷകൾ പറയുന്നത്, ഭർത്താവിനോട് പറയുന്നത്, ഭാര്യയോട് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്? ഒരിക്കലുമില്ല. പള്ളിയിൽ പറയുന്ന വാക്ക് തന്നെ വീട്ടിലും പറയും, വീട്ടിൽ പറയുന്ന വാക്ക് തന്നെ നാട്ടിലും പറയും, നാട്ടിൽ പറയുന്ന വാക്ക് തന്നെ എവിടെയും പറയും. അതാണ് പരിശുദ്ധാത്മാവിന്റെ ക്വാളിറ്റി. ആ ക്വാളിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവദാസന്മാരെ കണ്ണടയ്ക്കരുത്. ദൈവവചനത്തിന്റെ ഉപദേശത്തിൽ അടിസ്ഥാനം പണിഞ്ഞ് നമ്മുടെ സഭകളെ പണിയാം, നമ്മുടെ വിശ്വാസികളെ പണിയാൻ, നമ്മെ തന്നെ ഒന്ന് പണിയാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവം അനുവദിച്ചാൽ
മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഒരു അടിസ്ഥാനമിട്ട് ഈ തലമുറയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ ഗ്രഹം പണിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ജീവനായ ക്രിസ്തു, വചനമാകുന്ന ക്രിസ്തു കർത്താവെ, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവെ, അങ്ങനെയാണെങ്കിൽ ഒരു പാതാള ഗോപുരവും ഞങ്ങളെ ജയിക്കയില്ലെന്ന് തിരുവചനത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചല്ലോ കർത്താവെ. ഏതൊക്കെ നിയമങ്ങൾ വന്നാലും, ഏതൊക്കെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ വന്നാലും ഞങ്ങൾ തളർന്നു പോവുകയില്ല. കാരണം അടിസ്ഥാനം ഞങ്ങളുടെ ഉറപ്പാണ് കർത്താവെ. കർത്താവെ, അങ്ങനെ അടിസ്ഥാനം നഷ്ടപ്പെട്ട് കർത്താവെ, ആയിരക്കണക്കിന് വിശ്വാസികൾ ഓരോ ദിവസവും ഈ ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്, അകന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അവരെ ഒരിക്കൽ കൂടി പണിഞ്ഞെടുക്കണമേ. അങ്ങയുടെ ഗ്രഹം പണിയിട്ടപ്പ കർത്താവെ, ഞങ്ങളുടെ ലോകത്ത് അങ്ങയുടെ സാമ്രാജ്യം ഒരുമിച്ച് ചേർന്ന് പണിയാൻ ഞങ്ങളെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എളിയദാസനെയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവ്, എല്ലാവരുടെയും ജീവിതത്തിന് വൻമഴ വരും കർത്താവെ, വെള്ളം പൊങ്ങും കർത്താവെ, കാറ്റടിക്കും കർത്താവെ. ഞങ്ങൾക്ക് നിൽക്കാൻ ആ സമയത്ത് നിർത്താൻ ആരും ഉണ്ടാകില്ല. ഒരു ദൈവദാസന്മാരോ വിശ്വാസികളോ ഉണ്ടാകത്തില്ല, സമൂഹം ഉണ്ടാകത്തില്ല. പക്ഷേ അന്ന് നിൽക്കുന്നത് അടിസ്ഥാനം ഉറപ്പാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂ. അതേ കർത്താവെ, അടിസ്ഥാനത്തിൽ പണിഞ്ഞെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. കൃപ കൊണ്ട് മൂടിയാട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. അടിസ്ഥാനം ക്രിസ്തുവിലാണോ? ക്രിസ്തുവിലാണ് അടിസ്ഥാനമെങ്കിൽ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. ശോധന വരും, രോഗം വരും, ദുരിതം വരും, ഞെരുക്കങ്ങൾ വരും, കണ്ണുനീര് വരും. ഒന്നിലും ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങളെ സഹായിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വചനം പ്രയോജനപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുവാൻ മടിക്കരുത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിനങ്ങളിൽ കേൾക്കാം. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.